ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 19/11/2024 നടന്ന ഇടുക്കി മലപ്പുറം LDC എക്സാമിനേഷന്റെ GK പാർട്ട് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി. 1, 2, 3. മന്നത്ത് പത്മനാഭൻ അധ്യക്ഷനും കെ കേളപ്പൻ സെക്രട്ടറിയുമായി ഒരു സത്യാഗ്രഹ കമ്മിറ്റി രൂപീകരിച്ചു. ഗാന്ധിജിയുടെ അനുവാദത്തോടെ കെ കേളപ്പൻ 1932 സെപ്റ്റംബർ 22 ക്ഷേത്രനടയിൽ ഉപവാസം ആരംഭിച്ചു. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം 1932 ഒക്ടോബർ 2 കേളപ്പൻ ഉപവാസം അവസാനിപ്പിച്ചു. 2. ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക. ആൻസർ ഓപ്ഷൻ എ. 1, 2, 4. 1947 തൃശൂരിൽ വെച്ച് കെ കേളപ്പന്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള സമ്മേളനം നടന്നു. 1949 ജൂലൈ 1 നടന്ന തിരുക്കൊച്ചി സംയോജനം ഐക്യ കേരളത്തിന്റെ ആദ്യപടിയായി കണക്കാക്കപ്പെട്ടു. 1956 നവംബർ 1 ഐക്യ കേരളം നിലവിൽ വന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക. ആൻസർ ഓപ്ഷൻ ബി. 1, 3, 4. ബ്രിട്ടനെതിരായുള്ള കോളനിക്കാരുടെ ആക്ഷേപത്തിന് പ്രധാന കാരണം മെർക്കന്റിലിസം എന്ന സാമ്പത്തിക സിദ്ധാന്തം ആയിരുന്നു. 1764 ബ്രിട്ടീഷ് പാർലമെന്റ് പഞ്ചസാര ആക്ട് പാസാക്കി. ഈ നിയമം അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന പഞ്ചസാരയിന്മേൽ ഒരു ചുങ്കം ചുമത്തി. ബ്രിട്ടീഷ് ധനകാര്യമന്ത്രിയായിരുന്ന ചാൾസ് ടൗൺ ഷെൽസ് അമേരിക്കൻ ഇറക്കുമതി ചുങ്ക നിയമം പാസാക്കി. 4. അഡോൾഫ് ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. ആൻസർ ഓപ്ഷൻ ഡി. 1, 2, 4. ഹിറ്റ്ലർ രചിച്ച നാസിസത്തിന്റെ സുവിശേഷ ഗ്രന്ഥമാണ് മെയിൻ കാംഫ് അഥവാ എന്റെ സമരം. 1934 ജർമ്മൻ പ്രസിഡന്റ് ഹിൻഡൻബർഗ് അന്തരിച്ചപ്പോൾ ഹിറ്റ്ലർ ചാൻസലർ സ്ഥാനവും പ്രസിഡന്റ് സ്ഥാനവും തന്നിൽ ഏകീകരിച്ച് മൂന്നാം ജർമ്മൻ സാമ്രാജ്യം സ്ഥാപിച്ചു. ഹിറ്റ്ലർ ചാരവൃത്തിക്ക് വേണ്ടി വിദഗ്ധ പരിശീലനം കൊടുത്തവരായിരുന്നു എലൈറ്റ് ഗാർഡ് SS. 5. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ശരിയായ ഉത്തരം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ. 1, 3, 4. 2, 3, 4. ചമ്പാരൻ, ഖേദ, അഹമ്മദാബാദ്. അപ്പോൾ ഏതൊക്കെയാണ് ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ? ചമ്പാരൻ, ഖേദ, അഹമ്മദാബാദ്. 6. 77ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിനെ അടിസ്ഥാനമാക്കി താഴെ തന്നിരിക്കുന്നവയുടെ കൂട്ടത്തിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക. ആൻസർ ഓപ്ഷൻ ഡി. എല്ലാം ശരി. എല്ലാം ശരിയാണ്. മികച്ച നടൻ ജെസി പ്ലമോൺസ്, മികച്ച നടി എമിലിയ പെരസ്, ജൂറി പ്രൈസ് എമിലിയ പെരസ്, മികച്ച സംവിധായകൻ മിഗ്വൽ ഗോമസ്. 7. ഹരിതഗൃഹവാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനായുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനമായ പ്രോട്ടോകോൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി. ക്യോട്ടോ പ്രോട്ടോകോൾ. 8. ആനർ, ഗിർന ഏത് നദിയുടെ പ്രധാന പോഷക നദികളാണ്? ആൻസർ ഓപ്ഷൻ ഡി. താപ്തി. താപ്തി നദിയുടെ പോഷക നദികളാണ് ആനർ, ഗിർന. 9. 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് ശാല ഇന്ത്യയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ. ദുർഗ്. 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഭിലായ് സ്റ്റീൽ പ്ലാന്റിനെ കുറിച്ചാണ് പറയുന്നത്. അത് എവിടെയാണ്? ഛത്തീസ്ഗഡിലെ ദുർഗ് ഡിസ്ട്രിക്റ്റിലാണ്. അപ്പോൾ ദുർഗാപൂറും റഷ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ഇരുമ്പുരുക്ക് ശാലയാണ്. അത് 1950 നിർമ്മിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ 10.
രാത്രികാലങ്ങളിൽ പർവ്വത പ്രദേശങ്ങളിൽ നിന്നും താഴ്വരയിലേക്ക് വീശുന്ന കാറ്റിന്റെ പേരെന്ത്? ആൻസർ ഓപ്ഷൻ ബി, പർവ്വതക്കാറ്റ്. 11. ധാരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളെ ഡാഷ് എന്ന് അറിയപ്പെടുന്നു. ആൻസർ ഓപ്ഷൻ എ, ഈസ്റ്റിംഗ്. 12. കർണാടകയിലെ ആദിചുഞ്ചനഗിരി പക്ഷി സങ്കേതം ഏത് പക്ഷിയുമായാണ് ബന്ധപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ ബി, മയിൽ. 13. താഴെ പറയുന്നവയിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഭൂവുടമ സമ്പ്രദായം? ആൻസർ ഓപ്ഷൻ സി, എല്ലാം ശരിയാണ്. സെമീന്ദാരി സമ്പ്രദായം, റൈറ്റ്വാരി സമ്പ്രദായം, ഫ്യൂഡൽ സമ്പ്രദായം, മഹൽവാരി സമ്പ്രദായം. 14. ഒരു ദ്വിമേഖലാ സമ്പദ് വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന മേഖലകളെ സംബന്ധിച്ച ശരിയായ ജോഡി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി, കുടുംബങ്ങൾ, സംരംഭങ്ങൾ. 15. താഴെ പറയുന്നവയിൽ തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്ന സേവനം? ആൻസർ ഓപ്ഷൻ സി, വാർത്താവിനിമയം. 16. താഴെ 2 പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ഒരെണ്ണം ദൃഢപ്രസ്താവമാണ്, അസേർഷൻ അഥവാ എ. മറ്റൊന്ന് കാരണം, റീസൺ അഥവാ ആർ. ദൃഢപ്രസ്താവം: 2ാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാന ഖന വ്യവസായങ്ങളിലുള്ള പൊതുമേഖലാ നിക്ഷേപത്തിന് ഊന്നൽ കൊടുത്തു. കാരണം ഇന്ത്യയിലെ സ്വകാര്യ മേഖല ദുർബലവും വൻകിട നിക്ഷേപം നടത്തുന്നതിനോ നിക്ഷേപ സമാഹരണം നടത്തുന്നതിനോ ഉള്ള ശേഷിയും പ്രാപ്തിയും ഉള്ളതായിരുന്നില്ല. മുകളിലെ പ്രസ്താവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഉചിതമായ ഉത്തരം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ. എയും ആറും ശരിയാണ്, കൂടാതെ 6 കൃത്യമായ വിശദീകരണമാണ്. 17. ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ സി, പ്രധാനമന്ത്രി ജൻധൻ യോജന, സാർവത്രിക ബാങ്കിംഗ് സേവനം, പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന, ഹ്രസ്വകാല തൊഴിൽ പരിശീലനം, രാഷ്ട്രീയ ഗ്രാമ സ്വരാജ് അഭിയാൻ, പഞ്ചായത്ത് രാജ് സംവിധാനത്തെ ശക്തിപ്പെടുത്തൽ, PM ഗ്രാമ സഡക് യോജന, ഗ്രാമീണ റോഡ് വികസനം. 18. ഇന്ത്യ ഗവൺമെന്റ് അടുത്ത കാലത്തായി ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റ്സ് രാജ്യവ്യാപകമായി കൃഷി ചെയ്യുന്നതിന് വലിയ പ്രോത്സാഹനം നൽകുന്നുണ്ട്. കൂടാതെ മില്ലറ്റ്സ് പോഷക സമ്പത്തിലും മുൻപന്തിയിൽ നിൽക്കുന്നു. ഇന്ത്യയിലെ മില്ലറ്റ്സ് ഉൽപാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഏത് സംസ്ഥാനമാണ്? ആൻസർ ഓപ്ഷൻ ഡി, രാജസ്ഥാൻ. 19. PM സൂര്യഘർ മുഫ്തി ബിജ്ലി യോജന പദ്ധതിയുമായി അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ഡി, സോളാർ പാനൽ സ്ഥാപിക്കുന്നതിന്റെ മുഴുവൻ ചിലവും ഈ പദ്ധതി പ്രകാരം കുടുംബങ്ങൾക്ക് ലഭിക്കുന്നു. 20. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് ആധാരമായി മാറിയ ലക്ഷ്യപ്രമേയത്തിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന താഴെ പറയുന്നതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, 3ഉം 4ഉം ശരി. നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ലക്ഷ്യപ്രമേയം 1947 ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പാസാക്കപ്പെട്ടു. 21. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് 8 പ്രധാന കമ്മിറ്റികൾ രൂപീകരിക്കപ്പെട്ടു. താഴെ പറയുന്നതിൽ അത്തരം കമ്മിറ്റികളുടെ അധ്യക്ഷന്മാർ ശരിയായത് ഏതൊക്കെ? ആൻസർ ഓപ്ഷൻ ഡി, 1ഉം 2ഉം 4ഉം ശരി. യൂണിയൻ പവേഴ്സ് കമ്മിറ്റി നെഹ്റു, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി നെഹ്റു, റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 22. ഇന്ത്യയിലെ പൗരത്വത്തെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഇവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, 1ഉം 3ഉം ശരി. 1ഉം 3ഉം. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 2 ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളിൽ പൗരത്വത്തെക്കുറിച്ച് പറയുന്നു. 1955 പൗരത്വ നിയമം അനുസരിച്ച് 3 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം. 23. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട താഴെ തന്നിരിക്കുന്ന വിവിധ പ്രസ്താവനകളിൽ ഏറ്റവും ശരിയായത്? അപ്പോൾ ഇതിനകത്ത് ആൻസർ ഇല്ല, ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. 24. 42ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഇവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, 1ഉം 2ഉം ശരി. പാർട്ട് 4A ഭരണഘടനയോട് കൂട്ടിച്ചേർത്തു. ലോകസഭയുടെ കാലാവധി നീട്ടി. 25. ഇന്ത്യയിലെ ഇപ്പോഴത്തെ പെട്രോളിയം പ്രകൃതിവാതക വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ സി, ശ്രീ ഹർദീപ് സിംഗ് പുരി. 26.
2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി BJP ആയിരുന്നു. ലോക്സഭയിലേക്ക് നടന്ന ഈ തെരഞ്ഞെടുപ്പ് എത്രാമത്തെ തെരഞ്ഞെടുപ്പായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി 18ാമത്തെ. 27. കേരള സംസ്ഥാനത്ത് വയോജന നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച നൂതന പദ്ധതിയാണ് ആൻസർ ഓപ്ഷൻ ഡി വയോമിത്രം. 28. താഴെ പറയുന്നവയിൽ സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട യോജിക്കുന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ആൻസർ ഓപ്ഷൻ ബി 1, 2 മാത്രം. 29. ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ വിമാനത്താവളം എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏത് വിമാനത്താവളമാണ്? ആൻസർ ഓപ്ഷൻ ബി കൊച്ചി. 30. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഒരു സാമ്പത്തിക വർഷം എത്ര തൊഴിൽ ദിനങ്ങൾ ഉറപ്പു നൽകുന്നു? ആൻസർ ഓപ്ഷൻ സി 100. 31. ശുചിത്വ മാലിന്യ സംസ്കരണം, ജലവിഭവ സംരക്ഷണം, കാർഷിക മേഖലയുടെ വികസനം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നതിന് കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഹരിത കേരള മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ആൻസർ ഓപ്ഷൻ സി KJ യേശുദാസ്. 32. 2024 പ്രഖ്യാപിച്ച 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ഫീച്ചർ ഫിലിമായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആട്ടം. 33. സംസ്ഥാനങ്ങളിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ഗവർണർ. 34. മനുഷ്യ ഹൃദയത്തെ പൊതിഞ്ഞു കാണുന്ന ഇരട്ട സ്തരമുള്ള ആവരണം? ആൻസർ ഓപ്ഷൻ എ പെരിക്കാർഡിയം. 35. നിപ്പ അസുഖം ഉണ്ടാക്കുന്ന രോഗാണു ഏത്? ആൻസർ ഓപ്ഷൻ എ വൈറസ്. 36. ഹരിതഗൃഹ വാതകത്തിന് ഉദാഹരണമല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി ഓക്സിജൻ. 37. മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കാനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി? ആൻസർ ഓപ്ഷൻ സി താലോലം. 38. ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണങ്ങളാണ്? ആൻസർ ഓപ്ഷൻ ഡി 1, 4. വ്യായാമക്കുറവ്, അമിത ഭക്ഷണം. 39. ശ്വേതരക്താണുക്കളിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ബി മോണോസൈറ്റ്. 40. DNA-യിലെ നൈട്രജനസ് ബേസുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി യുറാസിൽ. 41. നിശാന്തതയ്ക്ക് കാരണം ഏത് ജീവകത്തിന്റെ അഭാവമാണ്? ആൻസർ ഓപ്ഷൻ എ വിറ്റാമിൻ എ. 42. സൗരചൂളയിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി കോൺകേവ് ദർപ്പണം. 43. ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രന്റെ ചലനത്തിന് കാരണം ഡാഷ് ആണ്? ആൻസർ ഓപ്ഷൻ എ അഭികേന്ദ്ര ബലം. 44. ശബ്ദ തീവ്രത അളക്കാനുള്ള യൂണിറ്റ്? ആൻസർ ഓപ്ഷൻ സി ഡെസിബൽ. 45. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി ഇറങ്ങിയ രാജ്യം? ഓപ്ഷൻ ഡി ഇന്ത്യ. 46. 2023 ഭൗതികശാസ്ത്ര നൊബേൽ പുരസ്കാരം ലഭിക്കാത്ത വ്യക്തി ആര്? ആൻസർ ഓപ്ഷൻ ബി ക്ലോഡിയ ഗോൾഡിൻ. 47. അക്വ റീജിയയെ രാജകീയ വെള്ളം എന്ന് വിളിക്കുന്നതിന് പിന്നിലുള്ള കാരണം? ആൻസർ ഓപ്ഷൻ എ സ്വർണം ലഭിക്കാനുള്ള കഴിവ്. 48. താഴെ തന്നിരിക്കുന്ന മൂലകങ്ങളിൽ അലോഹങ്ങളെ തിരിച്ചറിയുക? ആൻസർ ഓപ്ഷൻ ബി കാർബൺ, നൈട്രജൻ CN. 49. തൈരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ആൻസർ ഓപ്ഷൻ സി ലാക്റ്റിക് ആസിഡ്. 50. ഏറ്റവും ശക്തമായ ഇലക്ട്രോണിക് ഘടകം? അതിനകത്ത് ഏറ്റവും കാഠിന്യമേറിയത് ഗ്രാഫീനാണ്. പക്ഷേ ഇത് ഇലക്ട്രോണിക് ഘടകം എന്നൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ഈ ക്വസ്റ്റ്യനും ക്യാൻസൽ ചെയ്തു. 51. ഇരുമ്പ് ലോഹങ്ങളിൽ നിന്നും വൈദ്യുതി ലഭിക്കുന്ന മാന്ത്രിക ശക്തി ഇവയുമായി ബന്ധപ്പെട്ട പദാർത്ഥം? ഇതും ക്യാൻസൽ ചെയ്ത്, ഇതിനകത്തും ആൻസർ ഇല്ല.
52. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമായ സംക്ഷേപ വേദാർത്ഥം ആരുടെ രചനയാണ്? ആൻസർ ഓപ്ഷൻ ബി, ഫാദർ ക്ലെമന്റ് പിയാനിയസ്. 53. നാടകരംഗത്ത് പുതിയ അവബോധം സൃഷ്ടിച്ച നാടകകൃത്ത് CJ തോമസിന്റെ നാടകങ്ങൾ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ ഡി, 2, 4. അവൻ വീണ്ടും വരുന്നു 1128, ക്രൈം 27. 54. മനുഷ്യാലയ ചന്ദ്രിക എന്ന ഗ്രന്ഥം ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി, ഗാർഹിക വാസ്തുവിദ്യ. 55. താഴെ തന്നിരിക്കുന്നവയിൽ കഥകളിക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ എ, ചെണ്ട, ചേങ്ങില, ഇലത്താളം, ശുദ്ധമദ്ദളം. 56. 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതികൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി, 1, 3. സമ്പർക്കക്രാന്തി, മുഴക്കം. 57. 2028 സമ്മർ ഒളിമ്പിക്സ് നടക്കുന്ന സ്ഥലം? ആൻസർ ഓപ്ഷൻ ഡി, ലോസ് ഏഞ്ചലസ്. 58. താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുക. ആൻസർ ഓപ്ഷൻ ഡി, 1, 2, 3 ശരി. 2023 ദേശീയ ഗെയിംസിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പിനായുള്ള രാജാ ഫലേന്ദ്ര സിംഗ് ട്രോഫി മഹാരാഷ്ട്രയ്ക്കാണ് ലഭിച്ചത്. 2023 ദേശീയ ഗെയിംസിന് വേദി ഒരുങ്ങിയത് ഗോവയിലാണ്. 2023 ദേശീയ ഗെയിംസിൽ നീന്തലിൽ കേരളത്തിന്റെ താരം സജൻ പ്രകാശ് സ്വർണം നേടി. 59. ഇനി പറയുന്നവയിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ സി, 2, 3. BCC എന്നാൽ ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്നാണ്. ഒരു ഇമെയിലിന് ഡോക്യുമെന്റുകളും ചിത്രങ്ങളും പോലെ ഒന്നിലധികം അറ്റാച്ച്മെന്റുകൾ ഉണ്ടാകാം. 60. മെറ്റാഡാറ്റ, ശീർഷകം, സ്റ്റൈൽ, കോഡ് എന്നിവ കണ്ടെത്തുന്ന HTML ടാഗ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഹെഡ്. 61. IT ആക്ട് 2000 സൈബർ ഭീകരതയ്ക്കുള്ള ശിക്ഷ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, 66F. 62. പ്രോഗ്രാമിംഗിൽ ഒരു വേരിയബിളിന്റെ ഉപയോഗം എന്താണ്? ഇതിനകത്ത് ആൻസർ എയും സിയും ശരിയാണ്. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. 63. പാന്തർ, ജാഗ്വർ, പ്യൂമ, ചീറ്റ എന്നിവ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ വിവിധ പതിപ്പുകളാണ്? ആൻസർ ഓപ്ഷൻ ബി, മാക്. 64. വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പാണ് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരെ APIO നിയമിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി, വകുപ്പ് 5(2). 65. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ചരക്കുകളുടെയോ സേവനങ്ങളുടെയോ മൂല്യം ഡാഷ് കവിയുന്നില്ലെങ്കിൽ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ പരാതി നൽകാം. ആൻസർ ഓപ്ഷൻ ഡി, 50 ലക്ഷം. 66. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെ കാലാവധി? ഇതിനകത്ത് ആൻസർ ഇല്ല. ഇതിനകത്ത് ശരിക്കുള്ള ആൻസർ എന്താണ്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. അപ്പോൾ എന്താണ് സ്ഥാപിതമായത്? 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായി. 67. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ അധ്യക്ഷൻ? ആൻസർ ഓപ്ഷൻ ബി, ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രി. 68. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരം ഇനി പറയുന്നവയിൽ ഏതാണ് മജിസ്ട്രേറ്റിന് പാസ്സാക്കാൻ കഴിയുക? മുകളിൽ പറഞ്ഞതെല്ലാം. ഓപ്ഷൻ ഡി, സംരക്ഷണ ഉത്തരവ്, താമസ ഉത്തരവ്, കസ്റ്റഡി ഉത്തരവ്. 69. ലോക ഉപഭോക്തൃ അവകാശ ദിനം എല്ലാ വർഷവും ഏത് തീയതിയിലാണ് ആചരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ, മാർച്ച് 15. 70. ഇന്ത്യയിലെ മുതിർന്ന പൗരന്മാർക്ക് സംരക്ഷണം വർദ്ധിപ്പിക്കുന്നതിന് ഏത് സുപ്രധാന നിയമനിർമ്മാണം പാസാക്കി? ആൻസർ ഓപ്ഷൻ എ, മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും നിയമം 2007. അപ്പോൾ ഇത്രയേ ഉള്ളൂ GK പാർട്ട്.